മൂന്നാമതും കേരളത്തിൽ പിണറായി വിജയൻ അധികാരമേൽക്കുമെന്നൊരു വിശ്വാസം പിണറായിക്കും പാർട്ടിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾ ഇത്തവണ വോട്ട് മാറ്റിക്കുത്തി. അത് കേരളത്തിൽ വിവരമുള്ള CPM-ലെ സഖാക്കന്മാർക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും ഒരു കാര്യം അവർക്ക് മനസ്സിലായി. കാരണം വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുന്നുണ്ട് എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ CPM-ന്റെ കയ്യിൽ നിന്നും പോയപ്പോൾ തന്നെ രാഷ്ട്രീയ നിരീക്ഷണം നല്ലപോലെ അറിയാവുന്ന, രാഷ്ട്രീയം നല്ലപോലെ അരച്ച് കലക്കി കുടിച്ച ആളുകൾക്കും കുറച്ച് മാധ്യമ പ്രവർത്തകർക്കൊക്കെ നല്ലപോലെ അറിയാം CPM എന്ന വൻമരം വീഴുകയാണ്. അതായത് ഇനി അധിക കാലം CPM-ന് ആയുസില്ല എന്ന് മനസ്സിലായതാണ്. പക്ഷേ ഇല്ല, വീണ്ടും പിണറായി തന്നെ മൂന്നാമത് വരുമെന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പിണറായി വിജയൻ്റെ ഇളിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലെക്സ് ബോർഡും ബാനറും ഹോൾഡിങ്ങും എല്ലാം മൊത്തത്തിൽ റോഡ് നിറയെ വെച്ചു. വഴിയാത്രക്കാരനോ അല്ലെങ്കിൽ വാഹനങ്ങളിൽ പോകുന്ന കേരളത്തിലെ ജനങ്ങൾ എവിടെ നോക്കിയാലും, ഇനിയിപ്പോൾ തല പൊക്കിയൊന്ന് മുകളിലോട്ട് നോക്കിയാലും താഴോട്ട് നോക്കിയാലും സൈഡിലോട്ട് നോക്കിയാലും ഇടത്തോട്ടും വലത്തോട്ടും എവിടെ നോക്കിയാലും പിണറായി വിജയൻ്റെ ഇളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് മാത്രമായിരുന്നു കണ്ടത്. ഇനിയിപ്പോൾ വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ചാൽ വീട്ടിൽ വരുന്ന പത്രത്തിലും മൊബൈലിലും അതോടൊപ്പം തന്നെ TV-യിലുമെല്ലാം പിണറായി വിജയൻ്റെ ഫോട്ടോ. എവിടെ നോക്കിയാലും പിണറായി പിണറായി പിണറായി. ഇത് കണ്ട് സഹി കെട്ടിട്ടാണ് അവസാനം പിണറായി വീട്ടിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ജനങ്ങൾ ഒരു വിധി എഴുതിയത്. പിണറായിക്ക് സാധാരണഗതിയിൽ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടതാണ് ഈ കരിമ്പൂച്ചകൾ, അതോടൊപ്പം തന്നെ 10-50 പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റേ ലാത്തി ചാർജ്, ഷീൽഡ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഒരു സന്നാഹം തന്നെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വെറുതെ അധികാരവും ഇല്ല, ഊരിപ്പിടിച്ച വടിവാളും ഇല്ല, ഒന്നുമില്ലാതെ ഇന്നിതാ നിയമസഭയിൽ MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുന്നേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബെഞ്ചിൽ സാധാരണ യാത്രക്കാരനെ പോലെ ഇരിക്കുകയാണ്. കൂടാതെ പുള്ളിക്കാരൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയ രാകേഷും ഉണ്ട്. അവിടെ നിന്ന പോലീസുകാരുടെ ഒരു ചിരിയും പുച്ഛവും ഒക്കെ കാണുമായിരുന്നു. ആരും ഈ കേരളം ഭരിക്കുന്ന മന്ത്രിമാർക്ക് ഇത്രയൊന്നും പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഒരാൾ പോലും, കേരളത്തിലെ ഒരു ജനങ്ങൾ പോലും ഒരു മന്ത്രിയുടെ ദേഹത്തും കൈവയ്ക്കത്തില്ല. കൈവച്ചിരുന്നുവെങ്കിൽ ഇവരൊക്കെ എന്നേ നന്നാവുമായിരുന്നു എന്നാണ് ജനങ്ങൾ തന്നെ ഇപ്പോൾ ചോദിക്കുന്നത്, സമൂഹ മാധ്യമങ്ങളിലടക്കം. കാരണം ഇവരുടെയൊക്കെ ഈ എസ്കോർട്ട് കണ്ടിട്ടാണ്. കാരണം അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകാനാണ് ജനങ്ങൾ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോഴാണ് അവരെ 5-10 മിനിറ്റും ഒക്കെ പിടിച്ച് റോഡിൽ നിർത്തി ഈ മന്ത്രിമാരുടെ ഈ പരേഡ് ഷോയും ഈ കോപ്രായത്തിലും ഒക്കെ കാണുന്നത്. നിലവിലിപ്പോൾ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM തോറ്റത് എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യാനായിട്ട് 3-4 ദിവസമായി CPM-ലെ സഖാക്കന്മാരെ ഈ കമ്മികൾ അതോടൊപ്പം തന്നെ ഈ ബുദ്ധിജീവികളൊക്കെ ഈ കിണഞ്ഞ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവർക്ക് ആർക്കും ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇവർ ഒരു കാര്യം തീരുമാനിച്ചു, ഒരു ധാരണയിലെത്തി. സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുമുള്ള ഗുരുതരമായ വീഴ്ചകൾ ഇല്ല എന്ന് ബുദ്ധിജീവിയായ ഗോവിന്ദൻ മാഷും അതോടൊപ്പം തന്നെ CPM-ന്റെ പ്രിൻസിപ്പാളായ പിണറായി വിജയനും ഒരു ധാരണയിലേക്കെത്തി. അപ്പോൾ പ്രശ്നം ഈ കീഴ്ഘടകത്തിലാണ് പ്രശ്നം. അപ്പോൾ കീഴ്ഘടകത്തിൽ എന്തുകൊണ്ടാണ് പ്രശ്നമുണ്ടായത് എന്ന് ചോദിച്ചുകൊണ്ട് ഗോവിന്ദൻ മാഷ് ഒരു 34 ചോദ്യാവലി തയ്യാറാക്കി ആ കീഴ്ഘടകത്തിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വായിക്കുന്ന സഖാക്കന്മാർക്ക് നാളെ ബോധമുണ്ടെങ്കിൽ അവരതിന് ഉത്തരം തരും. ഇല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ ഏതെങ്കിലും ICUയിൽ ചെന്ന് എന്തുകൊണ്ട് നിങ്ങൾ തോറ്റു എന്നതിൻ്റെ ഉത്തരം തരേണ്ടി വരും. കാരണം നമുക്കറിയാം ഗോവിന്ദൻ മാഷയുടെ ഭാഷ എങ്ങനെയാണെന്ന് നമുക്കറിയാം. കുറേ മലയാള അക്ഷരങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ആ ഭാഷ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഏതോ ഒരു അന്യഗ്രഹ ലോകത്ത് ചെന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്കുണ്ടാവുന്നത്. അപ്പോൾ മിക്കവാറും ഇത് വായിക്കുന്ന സഖാക്കന്മാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്കിപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിണറായിയും ഗോവിന്ദനും കൂടെ നടത്തിയ ചർച്ചയിൽ താഴെ തട്ടിലുള്ള ഘടകങ്ങൾക്കാണ്, അവരാണ് ഈ നമ്മളെ തോൽപ്പിച്ചതിൻ്റെ ഒരു പ്രശ്നമെന്നാണ് പറയുന്നത്. പാർട്ടി അണികളെയും രാഷ്ട്രീയ നിരീക്ഷകരെയും ഒരുപോലെ അമ്പരിപ്പിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ. സംസ്ഥാന നേതൃത്വയോ സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്നുണ്ടായ ഭരണപരമായ വീഴ്ചകളെക്കുറിച്ചോ നയപരമായ പാളിച്ചകളെക്കുറിച്ചോ ഈ ചോദ്യാവലിയിൽ ഒരൊറ്റ ചോദ്യം പോലും ഉൾപ്പെട്ടിട്ടില്ല. താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളിലെ പോരായ്മകളും പ്രാദേശിക ഘടകങ്ങളുടെ വീഴ്ചകളും മാത്രം കേന്ദ്രീകരിച്ചാണ് ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ആക്ഷേപവും പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോൾ പുകയാൻ തുടങ്ങിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് തോൽവി അവലോകനം ചെയ്യുന്നതിനായി ബ്രാഞ്ച്
ലോക്കൽ ഏരിയ കമ്മിറ്റികൾക്ക് നൽകിയ ഈ 34 ഇന ചോദ്യാവലിയിൽ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ എത്രത്തോളം ഫലപ്രദമായിരുന്നുവെന്നും വോട്ടർമാരെ നേരിൽ കാണുന്നതിൽ എവിടെയാണ് വീഴ്ച വന്നത്, പാർട്ടി വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാക്കാൻ സാധിച്ചോ തുടങ്ങിയ സാങ്കേതിക കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. കൂടാതെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രചാരണ തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ പ്രാദേശിക നേതൃത്വത്തിന് കഴിഞ്ഞോ എന്നും ചോദ്യാവലി അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ജനവികാരം പാർട്ടിക്ക് എതിരാകാൻ കാരണമായ മുൻ സർക്കാരിന്റെ നയങ്ങൾ, പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ, ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളുടെ പരസ്യ പ്രസ്താവനകൾ എന്നിവയെക്കുറിച്ച് താഴെ തട്ടിലുള്ളവർക്ക് അഭിപ്രായം രേഖപ്പെടുത്താൻ ഇതിൽ ഒരിടവുമില്ല. നേതൃത്വത്തിന്റെ വീഴ്ചകളെ പൂർണ്ണമായും മറച്ചുവെച്ചുകൊണ്ട് പരാജയത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ താഴെത്തട്ടിലുള്ള അണികളുടെയും പ്രാദേശിക ഭാരവാഹികളുടെയും തലയിൽ കെട്ടിവെക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്ന് ഒരു വികാരം പാർട്ടിയിൽ തന്നെ ഉണ്ട്, ഒരു ഭാഗം നേതാക്കൾക്കുണ്ട്. വരും ദിവസങ്ങളിൽ കമ്മിറ്റികളിൽ ഈ ചോദ്യാവലി ചർച്ചയ്ക്കെടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള തിരുത്തലുകളും വിമർശനങ്ങളും പൊട്ടിത്തെറിയിലേക്കും കാര്യങ്ങൾ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.